ചേച്ചി ഞങ്ങൾ വരാം. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അണ്ണ നമുക്കൊപ്പം ചേരുന്നു, നമ്മുടെ മണിമുള്ള രാജു. എന്തൊരു അണ്ണ, വെള്ളങ്ങളൊക്കെ കുടിച്ചാ ന്യൂ ഇയർ ആയിട്ട്? 2024 തുടങ്ങാൻ മണിക്കൂറുകളെ ബാക്കിയുള്ളൂ നമ്മുടെ. അണ്ണാ തിരുവനന്തപുരത്തേക്ക് എപ്പടി ജീവിതമൊക്കെ എങ്ങനെയാ, സൗഖ്യം അണ്ണാ? എല്ലാം തോന്നുന്നു. ഞാൻ ആലോചിക്കുന്നു, പഴയ ഞങ്ങളുടെ ഒക്കെ ഒരു ന്യൂ ഇയർ എന്ന് വെച്ചാൽ പ്രിയൻ, ഞാനും മോഹനും ഞങ്ങൾ കുറെ വർഷങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരം അമൃതയില് അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് പലരും പല പൊക്കങ്ങളിൽ പോയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോ അങ്ങനെ ഇല്ല. ഞാൻ തന്നെ ഇപ്പൊ ഇന്ന് ഫാമിലി ആയിട്ടൊക്കെ ട്രിവാൻഡ്രത്ത് സെലിബ്രേറ്റ് ആഗ്രഹിച്ചെങ്കിലും കോവളത്തോട്ടൊന്നും പോയില്ലയോ? എന്തോ കോവളത്തോട്ടൊന്നും പോയില്ലയോ? കോവളത്ത് വന്നു കഴിഞ്ഞാൽ സായിപ്പ് മാത്രമേ ചെടിയൊക്കെ വാങ്ങിക്കുമ്പോ കോവളത്ത് പോ. അല്ല, വഴിയിലൊക്കെ കാണുമ്പോ വൈകിട്ട് എന്താ പരിപാടി എന്നാരും ചോദിച്ചില്ലേ ഇന്ന്? ഇല്ല ഞാൻ ഇങ്ങ് വന്നു. എന്റെ ഗൂ എന്നുള്ള സിനിമയുടെ ഇത് മിക്സിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് വന്നു. ഓ, എറണാകുളത്തുണ്ടല്ലേ? ഓ, ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്തേക്കാന്ന് വിചാരിച്ചല്ലേ എന്തരാണെന്നൊക്കെ ചോദിച്ചത്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഫ്ലവേഴ്സ് വരുമായിരുന്നല്ല ഇന്ന്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എറണാകുളത്ത് ഉണ്ടായിരുന്നു, നമ്മൾ വിളിച്ചിങ്ങ് ഫ്ലവേഴ്സ് നമ്മുടെ ഫാമിലി പോലെ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് പോകുന്ന ഇതല്ലേ. എന്തായാലും നിങ്ങൾ കൊച്ചിയിൽ അടിച്ചു പൊളിക്കുക കേട്ടോ. അത് അത്രേ ഉള്ളൂ. ഞാൻ 2024 നിങ്ങളുടെ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ. എനിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്, അതുപോലെ SVG കുമാറിന്റെ KR ഗോപികൃഷ്ണൻ ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബിഗ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഉമ്മയാ നിങ്ങൾ ഈ 2020 അവസാനം കൊടുക്കുന്ന ഉമ്മയായിരിക്കും ഇതല്ലേ? തീർച്ചയായിട്ടും. വേറെ കേസും പ്രശ്നങ്ങളുണ്ട്, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഉമ്മ. അവിടെ അത് നന്നായി, ആരോഗ്യം നന്നാവും അല്ലേ? തൊട്ടതിന് കേസാണ്. ഞാൻ അതിനിടെ കൂടെ ഉമ്മയും കൂടെ വെച്ചാ പാടില്ല. നമുക്ക് ഇനി കുറെ കാലം ജീവിക്കാനുള്ളതല്ലേ. ഓക്കെ, താങ്ക് യു ശ്രീ മണിമുള്ള രാജു. അദ്ദേഹം ഒരു രസികനാണ്, നമ്മുടെ കുടുംബാംഗമാണ്. എപ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സിനിമാ നടന്റെ സാന്നിധ്യം ഇല്ലാതെ ഫ്ലോറിൽ നിന്ന് കസറിയെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ വിചാരിച്ച് പുള്ളിയൊക്കെ തലസ്ഥാനത്ത് അടിച്ചു പൊളിക്കുമായിരിക്കും.